ഇതുപോലെ ഹൈഡ്രേറ്റഡ് യെറ്റ് സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്കിൻ കെയർ റുട്ടീൻ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വിതൗട്ട് എനി ഫർദർ ഡ്യൂ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എല്ലാ സ്കിൻ കെയർ റുട്ടീനും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഫേസ് വാഷ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴും ബ്രഷ് ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്ലമ്മിൻ്റെ നയാസിനമൈഡ് റൈസ് വാട്ടർ ഫേസ് വാഷാണ്. ഇത് ഞാൻ ഓൾമോസ്റ്റ് 1 മാസമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ബട്ട് ദി പാക്കേജിങ് ബ്രോക്ക്. സോ ഇങ്ങനെ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്നത്. കുറച്ചെടുത്താൽ മതി, അത്യാവശ്യം നല്ലപോലെ ഇത് ലാദർ ആവും കേട്ടോ. ഓഫ് കോഴ്സ് ഫേസ് ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഇത് ലാദർ ചെയ്തിട്ട് മുഖത്ത് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എപ്പോഴും ഫേസ് വാഷ് ചെയ്യുമ്പോൾ മിനിമം 30 to 60 seconds ഇതുപോലെ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം വാഷ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി അറ്റ് നൈറ്റ്സ്. നിങ്ങൾക്ക് ഓയിലി ഓർ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ മാത്രം മോർണിംഗ് ടൈമിൽ ഫേസ് വാഷ് യൂസ് ചെയ്ത് മുഖം കഴിക്കാൻ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണ്, നോർമൽ സ്കിൻ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഫേസ് രാവിലെ ഫേസ് വാഷ് കൊണ്ട് വാഷ് ചെയ്യണമെന്നില്ല. യു ക്യാൻ ജസ്റ്റ് വാഷ് ഇറ്റ് ഓഫ് വിത്ത് വാട്ടർ. എസ്പെഷ്യലി ഡ്രൈ സ്കിൻ ഉള്ളവർ കേട്ടോ. ഡിഫറെൻറ്റ് സ്കിൻ ടൈപ്പിനുള്ള പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻ വേണമെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. ഇനി നമുക്ക് വാഷ് ഓഫ് ചെയ്യാം. റെസിഡ്യൂസ് ഒന്നുമില്ലാതെ നല്ലപോലെ ഫേസ് വാഷ് റിമൂവ് ചെയ്യണം. അടുത്തത് ഞാൻ ബാംഗ്ലൂർ വന്നതിന് ശേഷം മാത്രം ചെയ്യാൻ തുടങ്ങിയൊരു പരിപാടി കേട്ടോ. ഇതുപോലെ തണുത്ത വെള്ളം എടുക്കുക, ദാറ്റ് ഈസ് ഡ്രിങ്കിങ് വാട്ടർ. ഞാൻ എപ്പോഴും ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് 1 splash ഓഫ് നൈസ് കോൾഡ് ഡ്രിങ്കിങ് വാട്ടർ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ബാംഗ്ലൂരിലോട്ട് മൂവിങ് ചെയ്തതിന് ശേഷം ഒരുപാട് പിമ്പിൾസ് ഒക്കെ വന്ന് സ്കിന്ന് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അപ്പം ഞാൻ ചെയ്യാൻ തുടങ്ങിയൊരു പരിപാടിയാണ്. ആസ് യു ഓൾ മൈറ്റ് നോ, ബാംഗ്ലൂരിൽ ഹാർഡ് വാട്ടർ ആണ്. സോ ആഫ്റ്റർ ഫേസ് വാഷ് ഇതുപോലെ നല്ല ഡ്രിങ്കിങ് വാട്ടർ വെച്ച്, പ്രിഫറബിളി കോൾഡ് വാട്ടർ വെച്ച് ഒന്ന് സ്പ്ലാഷ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി നൈസ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഓൾവേസ് കീപ്പ് എ ടവൽ ഫോർ യുവർ ഫേസ്. ഇതുപോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ചെറിയൊരു ടവൽ എപ്പോഴും ഫേസ് വാഷ് ചെയ്തതിന് ശേഷം വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഞാൻ പേഴ്സണലി ബോഡിയിൽ യൂസ് ചെയ്യുന്ന ടവൽ ഫേസിന് വേണ്ടി യൂസ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നില്ല. ഐ തിങ്ക് ഇറ്റ് ഈസ് ബെറ്റർ ദിസ് വേ. ഇതുപോലത്തെ സോഫ്റ്റ് ഒരു ടവൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ജെന്റിൽ ആയിരിക്കും സ്കിന്നിൽ. ആൻഡ് ഡു നോട്ട് ഹാർഷ്ലി റബ്. വെള്ളം ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് അബ്സോർബ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. ഇത് നമുക്ക് മെയിൻ കലാപരിപാടികളോട് കിടക്കാം. ആഫ്റ്റർ യൂസിങ് എ ഫേസ് വാഷ് വി യൂസ് എ ടോണർ. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ നംബ്യൂസിൻ നമ്പർ 1 ടോണറാണ്. ഇത് പ്യോർ ഫുൾ കാമിങ് ഹെർബ് ടോണർ എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നല്ല കാമിങ് സൂതിങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. ആൻഡ് ഇറ്റ്സ് വെരി ലൈറ്റ് വെയ്റ്റ്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് വാട്ടർ. സോ അതുകൊണ്ട് തന്നെ ഓയിലി സ്കിൻ ടൈപ്പ് ഓർ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഒക്കെ ഉള്ളവർക്ക് നല്ലതാണ്. ജസ്റ്റ് പ്യോർലി എ കാമിങ് ടോണർ. സോ എനിക്ക് കാമിങ് ആയിട്ടുള്ള ഇതുപോലത്തെ ടോണേഴ്സ് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്കിൻ ഏതെങ്കിലും രീതിയിൽ ഇറിറ്റേറ്റഡ് ഒക്കെ ആണെങ്കിൽ ദിസ് ഇസ് ദി ബെസ്റ്റ് ഓപ്ഷൻ ഔട്ട് ദെയർ. ആഫ്റ്റർ ടോണർ വി യൂസ് എ സീറം. ഇത് മൂന്നോട് ഒന്നിച്ച് ചേർക്കാൻ എനിക്ക് ഉദ്ദേശമില്ല കേട്ടോ. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഗിവ് യു ഓപ്ഷൻസ്. നിങ്ങൾക്ക് ഭയങ്കര ഓയിലി സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് ഒരു മാറ്റിഫൈയിങ് എഫക്റ്റ് വേണമെന്നാണെങ്കിൽ നയാസിനമൈഡ് സീറം യൂസ് ചെയ്യണമെന്നാണെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് ദി നൈസസ്റ്റ് ഓപ്ഷൻ. ഇത് ഓർഡിനറിയുടെ നയാസിനമൈഡ് സിങ്ക് സീറമാണ്. ദിസ് ഇസ് എ വെരി ഗുഡ് സീറം. ഇത് നല്ലൊരു മാറ്റിഫൈയിങ് എഫക്റ്റ് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. സോ ഇഫ് യു ലൈക്ക് ദാറ്റ് മാറ്റിഫൈഡ് എഫക്റ്റ് ദെൻ ഗോ ഫോർ ദിസ്. ഹൈപ്പർ പിഗ്മെന്റേഷൻ ഓർ ആക്നെ സ്പോട്ട്സ് ഒക്കെ ഡീൽ ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സീറം യൂസ് ചെയ്യാം. ഇത് ആൽഫ ആബ്യൂട്ടൻ സീറമാണ് ഫ്രം മിനിമലിസ്റ്റ്. ഇതും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഓയിലി സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സീറം തന്നെയാണ്. ഐ റിയലി ലൈക്ക് ദിസ് വൺ. ആൽഫ ആബ്യൂട്ടൻ സീറമാണ് ഞാൻ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഒരാഴ്ചയായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സീറമാണ്. ദിസ് ഇസ് വിഷ് കെയർ സൂപ്പർ ബ്രൈറ്റ് വൈറ്റമിൻ സി സീറം. എഗെയിൻ ഭയങ്കര ഹൈപ്ഡ് അപ്പ് ആയിട്ട് കണ്ട് ഞാൻ മേടിച്ചൊരു സീറം കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. സോ ആസ് യു ക്യാൻ സീ ഇത് ഭയങ്കര റണ്ണി ആയിട്ടുള്ളൊരു സീറമാണ്. ആൻഡ് ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റും ആണ് കേട്ടോ. സോ ഓയിലി സ്കിൻ ടൈപ്പ് ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റും. വൈറ്റമിൻ സി എപ്പോഴും ഡ്രൈ സ്കിന്നിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. സോ ടോണർ ഒന്ന് അബ്സോർബിൻ ആയതിന് ശേഷം വൈറ്റമിൻ സി യൂസ് ചെയ്യുക. ഒരാഴ്ച ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുള്ളെങ്കിലും ഐ തിങ്ക് ഇറ്റ് ഈസ് നൈസ് സീറം. ബിക്കോസ് ലൈറ്റ് ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് ഒക്കെ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വേണമെങ്കിൽ ഞാൻ നല്ലപോലെ തറലി ഒരു 1 month എങ്കിലും മിനിമം യൂസ് ചെയ്തിട്ട് ഐ വുഡ് റിവ്യൂ ദിസ്. ഓക്കെ, അടുത്തത് ഒരു അഡീഷണൽ സ്റ്റെപ്പാണ്. ദിസ് ഇസ് നോട്ട് അറ്റ് ഓൾ നെസസറി, ബട്ട് എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാം കേട്ടോ. ഇത് കോസാറെക്സിൻ്റെ 6 പെപ്റ്റൈഡ് സ്കിൻ ബൂസ്റ്റർ ആണ്. ഇതൊരു എസൻസ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. പെപ്റ്റൈഡ്സ് ആണ് ബേസിക്കലി ഉള്ളത്. കോമ്പിനേഷൻ നോർമൽ ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ യു ആർ ഗോയിങ് ടു ലവ് ദിസ്.
എക്സ്ട്രീം ഹ്യൂമിഡ് കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ ദിസ് മൈറ്റ് നോട്ട് വർക്ക് ഫോർ യു. ബാംഗ്ലൂർ ആസ് യു നോ എക്സ്ട്രീം ചൂട് ഹ്യൂമിഡിറ്റി ഒന്നുമില്ല. സോ എൻ്റെ സ്കിൻ കുറച്ചൊന്ന് നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. എക്സ്ട്രീം ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവരാണെങ്കിൽ ഡോണ്ട് യൂസ് ഇറ്റ്. ബട്ട് ഇഫ് യു ഹാവ് ആൻ ഓയിലി സ്കിൻ ആൻഡ് AC-ലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എക്സ്ട്രാ ഹൈഡ്രേഷൻ, ഒരു ബൂസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റാണ്, എനിക്കിഷ്ടമാണ്. അടുത്തത് മോയ്സ്ചറൈസർ ഓർ സൺസ്ക്രീൻ. സോ ഞാനിവിടെ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജനറലി വീട്ടിന് പുറത്തു പോകുമ്പോൾ മാത്രമേ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുള്ളൂ. ഇറ്റ്സ് അപ് ടു യു. ചിലർ വീട്ടിനകത്തും സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ്സ് യുവർ പേഴ്സണൽ പ്രിഫറൻസ്. ഞാൻ പേഴ്സണലി വീട്ടിനകത്താണെങ്കിൽ സൺസ്ക്രീൻസ് യൂസ് ചെയ്യാറില്ല. സോ വെനെവർ ഐ എം ഗോയിങ് ഔട്ട് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യും. ഇന്നിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാണ്. സോ ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ you can either use a moisturizer or use a sunscreen. നിങ്ങൾ പുറത്തു പോകണമെങ്കിൽ ഡെഫിനറ്റ്ലി എ സൺസ്ക്രീൻ ആൻഡ് മോയ്സ്ചറൈസർ നിങ്ങൾക്ക് അറ്റ് ദിസ് പോയിന്റ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു മോയ്സ്ചറൈസറാണ്, സിമ്പിളുടെ വൈറ്റമിൻ C മോയ്സ്ചറൈസർ. ഇതൊരു ജെൽ ലൈക്ക് ടെക്സ്ചറുള്ള ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആട്ടോ. അതുകൊണ്ട് ഓയിലി സ്കിൻ ടൈപ്പിനൊക്കെ ഈ സമ്മർ സീസണിൽ നല്ല വർക്ക് ചെയ്യാൻ പോകുന്നൊരു മോയ്സ്ചറൈസറാണ്. സോ യു ക്യാൻ യൂസ് ദിസ്. ഞാൻ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് മോയ്സ്ചറൈസർ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻഗ്രീഡിയൻസും മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ. യു ക്യാൻ ചെക്ക് ദാറ്റ് വീഡിയോ ഔട്ട്. ആൻഡ് എൻ്റെ വേറെ കുറേ ഫേവറേറ്റ് മോയ്സ്ചറൈസേഴ്സ് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും കേട്ടോ. ഇപ്പം എൻ്റെ കുറേ മോയ്സ്ചറൈസേഴ്സ് ഒക്കെ തീർന്നു, ഇതും ഏകദേശം തീരാറായിട്ടുണ്ട്. സോ ഫിനിഷ് ഓഫ് ചെയ്യുന്ന പ്രോസസ്സിലാട്ടോ. സൺസ്ക്രീൻ ഞാനിപ്പോൾ ഇടുന്നില്ലെങ്കിലും ഐ വുഡ് ലൈക്ക് ടു ഗിവ് യു സം സജഷൻസ് ഫോർ സൺസ്ക്രീൻ. ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ ഫേവറേറ്റ്സ് ആയിട്ട് കാണിച്ചിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. ഇത് മൂന്നുമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സൺസ്ക്രീൻ. ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവരാണെങ്കിൽ യു ക്യാൻ ചെക്ക് ദിസ് വൺ ഔട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സൺസ്ക്രീനാണ്. ഇറ്റ് ഈസ് ഡൺ, കംപ്ലീറ്റഡ്. വേറെ കുറേ പുതിയ സൺസ്ക്രീൻസ് ട്രൈ ചെയ്യേണ്ടതുകൊണ്ട് മാത്രം ഞാൻ ഇത് മേടിക്കാത്തത്. പക്ഷെ മേ ബി ഐ വിൽ ഗെറ്റ് ദിസ് അഗെയിൻ ബിക്കോസ് ഐ റിയലി ലൈക്ക് ദ സൺസ്ക്രീൻ. നോർമൽ ടു ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ യു ക്യാൻ ട്രൈ ദിസ് വൺ. ഇത് ഡോട്ട് ആൻഡ് കീയുടെ ബ്ലൂബെറി സൺസ്ക്രീൻ ആണ്, ദി ബ്ലൂ വൺ. യു ക്യാൻ ട്രൈ ദിസ് വൺ. ഇത് നല്ലൊരു സൺസ്ക്രീനാണ്, കുറച്ചൊരു ഹൈഡ്രേറ്റിംഗ് സൈഡിലുള്ള ഒരു സൺസ്ക്രീനാണ്. എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണ്, നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് മാറ്റിഫൈങ് ആയിട്ടുള്ള യെറ്റ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ വേണമെന്നാണെങ്കിൽ യു ക്യാൻ ട്രൈ ദിസ് വൺ. ഇത് വിഷ് കെയറിൻ്റെ നയാസിനമൈഡ് ഓയിൽ ബാലൻസ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ ആണ്. ദിസ് ഈസ് ലൈക്ക് വാട്ടർ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ 1-2 സൺസ്ക്രീൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. യു ക്യാൻ ചെക്ക് ദോസ് വീഡിയോസ് ഔട്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് പ്രോസസ്, ദാറ്റ് ഈസ് ലിപ് കെയർ. ഓക്കെ, ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു മൂഡി ഹൈഡ്രേറ്റിംഗ് ലിപ് സീറംസ് ആണ്. ആസ് യു മൈറ്റ് നോ, എനിക്ക് ലിപ് സീറംസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ലിപ് ബാംസിനെക്കാളും ഐ ഓൾവേസ് പ്രിഫർ ലിപ് സീറംസ്. ഐ ഫീൽ മാർക്കറ്റിലുള്ള കുറേ ലിപ് ബാംസ് ഒക്കെ മോൾഡ് മാത്രം ഒരു ലെയർ ആയിട്ട് ഇരിക്കും. ഇറ്റ് ഈസ് നോട്ട് പെനിട്രേറ്റിംഗ് ഡീപ്പ് ഓർ ഇറ്റ്സ് നോട്ട് പ്രൊവൈഡിങ് ഹൈഡ്രേഷൻ ഡീപ്ലി എന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഭയങ്കര വാക്സി ആയിട്ടുള്ള ലിപ് ബാംസ് ഒന്നും എനിക്കിപ്പോൾ അധികം ഇഷ്ടപ്പെടത്തില്ല ആഫ്റ്റർ ഐ സ്റ്റാർട്ടഡ് യൂസിങ് ലിപ് സീറംസ്. ഇത് ഞാനിപ്പോൾ കറൻ്റ്ലി ട്രൈ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ലിപ് സീറം. ഇറ്റ്സ് എ വെരി നൈസ് പ്രോഡക്റ്റ്, ഡീസെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഞാൻ ആക്ച്വലി പിലിഗ്രിമിൻ്റെ ലിപ് സീറം യൂസ് ചെയ്തതിന് ശേഷമാണ് ഒരു ലിപ് സീറം അഡിക്റ്റ് ആയത് ഞാൻ. ഐ റിയലി ലൈക്ക് ലിപ് സീറംസ്. നിങ്ങൾ ഇതുവരെ പിലിഗ്രിമിൻ്റെ ലിപ് സീറം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ് ഔട്ട് ഇൻ ദി വേരിയൻറ്റ് പെപ്പർമിൻറ്റ് സ്പെഷ്യലി. ഓക്കെ, എക്സ്ട്രീംലി ഡ്രൈ ആണ് എൻ്റെ ലിപ്സ് ഓർ ഭയങ്കര ഡ്രൈ ചാപ്ഡ് ആണ്, എനിക്കൊരു എക്സ്ട്രാ ലെയർ വേണമെന്നാണെങ്കിൽ ഞാൻ ലിപ് സീറം ഇട്ടതിന് ശേഷം ഐ ഗോ വിത്ത് ലിപ് ബാം. ഇതുപോലത്തെ ഏതെങ്കിലും കുറച്ചുകൂടി ഒരു വാക്സി ആയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് ലനേജിൻ്റെ ലിപ് ബാമാണ്. ദിസ് ഇസ് എ വെരി ഫേമസ് എക്സ്പെൻസീവ് ലിപ് ബാം. ഞാൻ ലിപ് ബാം വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് ലിപ് ബാംസ് മേടിച്ച് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ഇസ് എ നൈസ് ലിപ് ബാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ കുറച്ചുകൂടെ ട്രൈ ചെയ്തതിന് ശേഷം പറയാം. സോ ഗൈസ്, ദിസ് ഇസ് ഇറ്റ്. ഇത്രയാണ് ഞാൻ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനിൽ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സ് ഓർ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ദിസ് റിയലി വർക്ക്സ് ഫോർ മീ. നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ ഓർ എക്സ്ഫോലിയേറ്റിംഗ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന സമയത്തുള്ള സ്കിൻ കെയർ റൂട്ടീൻ വേണമെന്നാണെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും